صلى الله على محمد صلى الله عليه وسلم بسم الله الرحمن الرحيم عليكم ورحمة الله وبركاته بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد ബഹുമാന്യരായ മുഅ്മിനുകളെ, നമ്മൾ ഇസ്ലാമിക സാമൂഹിക ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ, ഇടപഴകുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ബഹുമാനവും ആദരവും കടപ്പാടുകളും സാമൂഹികമായി നിർവഹിക്കേണ്ട ഓരോ സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ആളുകൾ, അയൽവാസി, കുടുംബം, മാതാപിതാക്കൾ, ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങളായ അഹ്ലുബൈത്ത് ആളുകൾ, ഇങ്ങനെ തുടങ്ങി അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അധ്യായമാണ് ഇന്ന് പഠിക്കുന്നത്. ബാബു തൗഖീരിൽ ഉലമായി വൽ കിബാരി വ അഹ്ലിൽ ഫളി വ തഖദീമിഹിം അലാ ഗൈരിഹിം വ റഫ്ഇ മജാലിസിഹിം വ ഇൽഹാരി മർതബതിഹിം. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ അധ്യായത്തിന് ഹെഡിങ് ചെയ്തിട്ടുള്ളത്, തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് തൗഖീറുൽ ഉലമ, പണ്ഡിതന്മാരെ, അൽ ഉലമ യഥാർത്ഥ പണ്ഡിതന്മാരെ, പ്രവാചകന്റെ പിൻഗാമികളായ പണ്ഡിതന്മാരെ ബഹുമാനിക്കുക. വൽ കിബാർ, സമൂഹത്തിൽ പ്രായമുള്ള ആളുകളെ, വയസ്സായ ആളുകളെ, തന്നേക്കാൾ പ്രായക്കൂടുതലുള്ള ആളുകളെ ബഹുമാനിക്കുക. വ അഹ്ലിൽ ഫളി, ശ്രേഷ്ഠതയുള്ള ആളുകൾ, എന്തെങ്കിലും തരത്തിൽ മഹത്വമുള്ള ആളുകൾ, കർമ്മം കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ട്, ഇൽമു കൊണ്ട്, അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് ഒരു ഫളിലുള്ള ആളുകളെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ അഹ്ലുബൈത്താവുക എന്നൊക്കെയുള്ള രീതിയിൽ. വ തഖദീമിഹിം അലാ ഗൈരിഹിം, അവരെ മറ്റുള്ളവരെക്കാൾ മുന്തിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. വറഫ്ഇ മജാലിസിഹിം, അവരുടെ ഇരിപ്പിടങ്ങൾ, അവരുടെ സ്ഥാനം, അവരുടെ സ്ഥാനങ്ങൾ ഉയർത്തണം. വ ഇൽഹാരി മർതബതിഹി, അവരുടെ ആ ഒരു പദവികളെ വെളിവാക്കണം. അപ്പൊ ഇത് പറയുമ്പോൾ സമൂഹത്തിൽ പണ്ഡിതന്മാർ ബഹുമാനിക്കപ്പെടണം, പ്രായമുള്ള ആളുകൾ ബഹുമാനിക്കപ്പെടണം, ഏതെങ്കിലും തരത്തിൽ ശ്രേഷ്ഠതയുള്ള ആളുകൾ ബഹുമാനിക്കപ്പെടണം. അപ്പൊ ഇത് നമ്മുടെ സാമൂഹികമായ മറ്റൊരു ഒരു ചിന്തയിനോട് പലപ്പോഴും പല ആളുകളും എതിര് നിൽക്കുന്നു. 2-3 തരത്തിലുള്ള, ഞാൻ ആമുഖമായി തന്നെ അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ പറയും ഒരാൾ എല്ലാവരും തുല്യർ തന്നെയാണ്, ഒരാൾക്ക് പ്രത്യേകമായ സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ, അങ്ങനെ ആർക്കും അപ്രമാദിത്വമില്ല, ആർക്കും അങ്ങനെ ദീനിൽ പ്രത്യേക ശ്രേഷ്ഠത ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊതുവായ സോഷ്യലിസ വാദം തന്നെ പറയാറുണ്ട്. രണ്ടാമതൊന്ന്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാറുള്ളത്, ഇതൊക്കെ ചില ആളുകളെ പ്രത്യേകമായി ബഹുമാനിക്കുമ്പോൾ അതിൽ ശിർക്ക് വരുമെന്ന് ചില ആളുകൾ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് ദീനിലെ അടിസ്ഥാനപരമായ ഒരു കാര്യം തഅലീം ചെയ്യുക എന്നുള്ളതാണ്. ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളതാണ്. ആരാധിക്കലല്ല, ആദരിക്കലാണ്. ആരാധകനാവലല്ല, ആദരവുള്ള ബഹുമാനം, ഇക്റാമും തഅലീമും. ലോകത്ത് ഉയർന്ന എല്ലാ ആളുകളും ഉയർന്നിട്ടുള്ളത് ആദരവും ബഹുമാനവും തഅലീമും കൊണ്ടാണ്. ഇബ്ലീസ് നഷ്ടപ്പെട്ടത് തഅലീം, ബഹുമാനം ഇല്ലാത്തതിന്റെ പേരിലാണ്. അതുകൊണ്ട് ദീനിലെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് തഅലീം ചെയ്യുക, ബഹുമാനിക്കേണ്ട വസ്തുക്കളെ, സ്ഥലത്തെ, സാധനങ്ങളെ, വ്യക്തികളെ ഒക്കെ ബഹുമാനിക്കുക എന്നുള്ളത്. ബഹുമാനം എന്നുള്ളത് തവാളുവിന്റെ, ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ തവാളുവിന്റെ അടയാളമാണ്, വിനയത്തിന്റെ അടയാളമാണ്. വിനയമുള്ളവനാകണം. ഒരിക്കലും ഒരു തരി പോലും കിബറില്ലാതെ വിനയമുള്ള, മറ്റുള്ളവർക്ക് മുമ്പിൽ വിനയാന്വിതരായി നിൽക്കുന്ന മനസ്സും ഹൃദയവും പെരുമാറ്റ രീതികളുമുള്ള ഒരാളാണ് യഥാർത്ഥ മുസ്ലിം. അപ്പൊ ഇത് ചെയ്യുന്നവന്റെ ഇബാദത്താണ്. എന്നാൽ ബഹുമാനിക്കപ്പെടേണ്ട ആളുകളുടെ മനസ്സിൽ ഒരിക്കലും ഇത് കിബറായി രൂപപ്പെടാനും പാടില്ല. ഞാൻ ബഹുമാനിക്കപ്പെടേണ്ടവൻ, ഞാൻ ആദരിക്കപ്പെടേണ്ടവൻ, ഞാൻ അങ്ങനെ എന്നെ ആദരിച്ചിട്ടില്ലെങ്കിൽ അത് കിടക്കുക, അത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് കിബറായി രൂപപ്പെടും. അപ്പൊ ഇത് വളരെ ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണെന്നെങ്കിൽ പറയാം. ഇത് ചെയ്യുന്ന ആളുടെ ഇബാദത്താണ്. ഞാൻ ബഹുമാനിക്കേണ്ട ആളുകളെ മുഴുവനും ബഹുമാനിക്കണം. എന്നാൽ എനിക്ക് ബഹുമാനം കിട്ടേണ്ടിടത്തുനിന്ന് ഞാൻ ബഹുമാനം പിടിച്ചു വാങ്ങല്ലേ ചെയ്യേണ്ടത്. എന്നെ ബഹുമാനിക്കാത്ത നിന്ന് എന്റെ ചിന്ത എന്റെ വന്നാൽ എന്റെ മനസ്സിൽ കിബറാണ്, എന്റെ മനസ്സിൽ കിബറിനിടും. അപ്പൊ ഇത് ആളുകൾ ഇത് ചിന്തിക്കുന്നിടത്ത് വളരെ വ്യത്യസ്തമായ ഒരു സംഗതിയുണ്ട്. ബഹുമാനിക്കേണ്ട ആളുകൾ, അഥവാ ബഹുമാനം കൊടുക്കേണ്ട ആളുകൾ, ഈ കൊടുക്കുന്ന വ്യക്തി, ബഹുമാനിക്കുന്ന വ്യക്തിയുടെ പ്രവർത്തനമാണ്, ഇബാദത്താണ്, അയാളുടെ മനസ്സിന്റെ തവാളുവാണ് തഅലീമും തൗഖീറും. തഅലീം ചെയ്യുക, ബഹുമാനിക്കുക, ഇക്റാം ചെയ്യുക എന്നുള്ളത്. പണ്ഡിതന്മാരെ ബഹുമാനിക്കുക, പ്രായം കൂടിയ ആളുകളെ ബഹുമാനിക്കുക, സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ശ്രേഷ്ഠതയുള്ള ആളുകളെ, സ്ഥാനമാനങ്ങളുള്ള ആളുകളെ ബഹുമാനിക്കുക, നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളെ ബഹുമാനിക്കുക. ഏതാണെങ്കിലും വലൗ കാന അബ്ദൻ ഹബശിയൻ, ഒരു അബസീനിയക്കാരനായ അടിമയാണെങ്കിൽ പോലും നിങ്ങളുടെ അമീറായി വാഴ്ത്തപ്പെട്ടാൽ, അയാൾ പ്രസിഡന്റ് ആക്കപ്പെട്ടാൽ, സെക്രട്ടറി ആക്കപ്പെട്ടാൽ, പിന്നെ അയാളെ മാനിക്കും, അംഗീകരിക്കുകയും ചെയ്യണം. അയാൾ എന്റെ കുടുംബമല്ല, അയാൾ താഴ്ന്ന കുടുംബക്കാരനാണ്, പിന്നെ അങ്ങനെ ചിന്തയില്ല. അപ്പോൾ ഒരു ദീനിയായ സാമൂഹികമായ സംവിധാനത്തിന് അത് ആവശ്യമാണ്. ദീനിൽ വളരെ അടിസ്ഥാനപരമായി പറഞ്ഞ ഒരു കാര്യമാണ് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക. ആദരവിൽ ഒരിക്കലും ശിർക്ക് വരുന്നില്ല എന്നുള്ളതാണ്.
അപ്പൊ ഈ രണ്ട് സംശയങ്ങളും കൊണ്ട് അപ്രമാദിത്വം എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ചിട്ട് ഈ സോഷ്യലിസത്തിന്റെ ശൈലിയിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഞാനിത് പറയുന്നത് കുറെ ആളുകൾ അങ്ങനെ ഒരു വിഷയം വന്നതുകൊണ്ട് തന്നെ ചെറിയവർ വലിയവരെ ബഹുമാനിക്കാതിരിക്കുകയോ, പണ്ഡിതന്മാർ അതുപോലെ തന്നെ ഉമറാക്കളായ ആളുകൾ ഇവർക്കൊക്കെയുള്ള ബഹുമാനങ്ങൾ സമൂഹത്തിൽ നഷ്ടപ്പെട്ടതുകൊണ്ട് വാക്കിന് വില കൽപ്പിക്കപ്പെടാതെ പോകുന്നു. അതുകൊണ്ട് സമൂഹത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. പറഞ്ഞാൽ കേൾക്കപ്പെടുന്ന ആളുകൾ ഇല്ലാതെ പോകുന്നു. ഉത്തരവാദിത്വം നിർവഹിക്കാൻ അതുകൊണ്ട് പ്രശ്ന സങ്കീർണമാകുന്നു. മഹല്ലുകളിലുള്ള പ്രശ്നങ്ങൾ പോകുന്നു. മാത്രമല്ല ബഹുമാനം കുറഞ്ഞ ഒരു സമൂഹം വളർന്നു വരികയാണ്. നമുക്കറിയാം ജനറൽ ബോഡിയിലും അതുപോലെ തന്നെ മറ്റോരോ സ്ഥലങ്ങളിലുമൊക്കെ ആരോടാണ് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ചെറുപ്പക്കാരായ ആളുകൾ, അവരെക്കാൾ തലമുതിർന്ന ആളുകൾ, പ്രായം കൂടിയ ആളുകളും എൽമുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ അപമര്യാദയായി ഹയ ഇല്ലാതെ, ലജ്ജയില്ലാതെ, മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിയൊക്കെ സംസാരിക്കുന്ന ശൈലികൾ ഉണ്ടാകുന്നു. ഇത് ദീനിന് നിരക്കുന്ന ഒരു സംഗതിയല്ല. ആരെയും എന്തും ചോദ്യം ചെയ്തുകൂടെ എന്നുള്ളത് വേറെ ചില ആചാരമര്യാദകളിൽ നിന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബത്തോ താബിയുകളോ പഠിപ്പിച്ച രീതിയല്ല. അവർ ബഹുമാനവും ആദരവുമാണ് പഠിപ്പിച്ചിരുന്നത്. ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വളരെ കറുത്ത ഒരു മനുഷ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു ഗുലാമായി, ഒരു സെർവന്റായി വന്ന ഒരാൾ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതനെയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വണ്ടിയിൽ കയറാൻ, വാഹനത്തിൽ കയറാൻ സഹായിക്കുകയും ഖിദ്മത്ത് ചെയ്യുകയും ചെയ്യുന്നത്. തിരിച്ചിങ്ങോട്ടോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് മുത്താണ്, ചുംബിക്കുകയാണ് ആര്? സെയ്ദ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും, ഒരാൾ വലിയ പണ്ഡിതൻ, രണ്ടുപേരും പണ്ഡിതന്മാർ. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയാണ് ഞങ്ങളോട് ആലിമീങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്. തിരിച്ച് സെയ്ദ് റളിയല്ലാഹു അൻഹു പറയാണ്, അഹ്ലുബൈത്തിനോട് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ കൈ പിടിച്ച് മുത്തുക എന്നുള്ളത് ആദരവിന്റെ ഒരു അടയാളമാണ്. ഒരുപാട് സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന, അതിനൊരിക്കലും ശിർക്കുമായി ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധാരണ പരത്താണ്. അങ്ങനത്തെ യാതൊരു ആവശ്യവുമില്ല. ഇപ്പോൾ ഞാൻ ഇന്തോനേഷ്യയിൽ പോയ വളരെ അത്ഭുതത്തോടെ നോക്കിക്കണ്ട് 2 ഗവൺമെന്റ് മിനിസ്ട്രികളിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇൻഡസ്ട്രിയൽ മിനിസ്ട്രിയിലും ഒരാൾ ഒരു വിദേശകാര്യ വകുപ്പിലും ജോലി ചെയ്യുന്ന 2 വലിയ ഓഫീസർമാർ, അവരാണ് മക്കള്. അവരുടെ ഉപ്പയുടെയും ഉമ്മയുടെയും കൈ പിടിച്ച് ചുംബിച്ചിട്ടാണ് ഓരോ ദിവസവും ജോലിക്ക് പോകാം. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. അവിടെ ചുംബിക്കുക എന്നുള്ളത് ഓരോ സ്ഥലത്തും ആദരവിന്റേതാണ്. അത് മനസ്സിൽ നിന്നും തോന്നുമ്പോൾ ആൾക്കാരെ കാണിക്കാനല്ല, ആ താലീമാണ്. എന്തിനാണ് താലീം? ഇവരിൽ നിന്ന് സ്ഥാനമാനങ്ങളൊന്നും കിട്ടാനില്ല. അള്ളാഹ്ക്ക് വേണ്ടിയാണ് താലീം ചെയ്യുന്നത്, ദീനിന് വേണ്ടിയാണ്. ഇഖ്ലാസോട് കൂടെയുള്ള താലീമാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ, അല്ലെങ്കിൽ അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ ബഹുമാനിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. വഅൻ അബി സഈദിൻ മസ്ഊദിൻ ഉഖബത ബിൻ അംറിൽ ബദരി അൻസാരി റളിയല്ലാഹു അൻഹു, അബൂ സഈദ് ഉഖബത ബിൻ ബദരി അൻസാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ലാഹ്. യഉമ്മുൽ ഖൗമ, സമൂഹത്തിന് നേതൃത്വം, ഇമാമത്ത് നിൽക്കേണ്ടത് അഖറഉഹും ലികിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിനെ ഏറ്റവും നന്നായി പാരായണം ചെയ്യുന്ന വ്യക്തിയാണ്, നന്നായി ഖിറാഅത്ത് ഓതുന്ന വ്യക്തിയാണ്. അയാൾ ദീനിൽ പായസാകണം, നല്ല വ്യക്തിവിശുദ്ധിയുള്ള, ആത്മീയതയുള്ള, തഖ്വയുള്ള വ്യക്തിയാകണം, ദീനിനെ അറിയുന്ന ആളാണ്. എല്ലാം ഒത്തുണങ്ങിയിട്ട് അതിൽ ഏറ്റവും ഖിറാഅത്ത് അറിയുന്ന ആളുകളെ മുന്നിൽ നിർത്തണം. ഫഇൻ കാനൂ ഫിൽ ഖിറാഅത്തി സവാ, ഇവരെല്ലാവരും ഖിറാഅത്തിൽ സമമാണെങ്കിൽ ഫഅലമുഹും ബിസ്സുന്ന, സുന്നത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യകൾ കൊണ്ട് ഏറ്റവും അറിയുന്ന ആളെയാകണം ഇമാമത്ത് നിർത്തേണ്ടത്. ഫഇൻ കാനൂ ഫി സുന്നത്തി സവാ, ഇവർക്ക് സുന്നത്തിനെ കുറിച്ചും ഖുർആനെ കുറിച്ചുമുള്ള അറിവിൽ എല്ലാവരും സമന്മാരാണെങ്കിൽ ഫഅഖദമുഹും ഹിജ്റതൻ, ആരാണോ ആദ്യമായിട്ട് ഹിജ്റ പോയത് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ തെരഞ്ഞെടുക്കണം. അപ്പൊ സഹാബത്തിനോട് പറയാൻ, ഇതിനെ മഹാന്മാർ വിശദീകരിച്ചെടുത്ത് ദീനിലേക്ക് ആരാണ് വന്നത്, ദീനിയായി ജീവിക്കാൻ ആർക്കാണ് കൂടുതൽ അവസരം കിട്ടിയത്, ഹിജ്റ പോയത് ആരാണ്. ഇൻകാനു ഫിൽ ഹിജ്റത്തി സവാ, ഹിജ്റയിലും, ഇപ്പൊ 2-3 ആൾക്കാർ കൂടിയെത്തി ഹിജ്റയിലും സമമാണെങ്കിൽ ഫഅഖദമുഹും സിന്ന, ആർക്കാണോ വയസ്സ് കൂടുതലുള്ളത് അവരെ മുൻനിർത്തണം. അപ്പോ ഇതിനൊക്കെ ഒരു ശ്രേണി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഈ ഹദീസ് പറയുന്നത് തന്നെ സമൂഹത്തിൽ ഓരോ ആളുകൾ അവരുടെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് എല്ലാ ഇൽമുള്ള ആളാണ്. അപ്പൊ ഏറ്റവും ഖിറാഅത്ത് അറിയുന്ന ആൾ, എന്നിട്ട് അതിൽ ദീനിയായി മുൻഗണന കൊടുക്കാവുന്ന ആരാണ് കൂട്ടത്തിലുള്ളതെന്ന് നോക്കണം. എന്നിട്ട് ഇത്രമാത്രം നബി പറഞ്ഞു, വലായ ഉമ്മന്ന റജുലു അർറജുല ഫീ സുൽത്താനി. ഇങ്ങനൊക്കെ ആണെങ്കിലും പൊതുവായ മറ്റൊരു കായിക ഉണ്ട്. അതെന്താ? ഒരു നിയമമുണ്ട്. വലായ ഉമ്മന്ന റജുലു, ഒരാൾ നേതൃത്വം, ഇമാമത്ത് നിൽക്കരുത്, അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കരുത്, അർറജുല, വേറൊരു മനുഷ്യന്, ഫീ സുൽത്താനിഹി, ഇയാളുടെ അധികാരപരിധിയിൽ. അപ്പോ
എന്റെ അധികാര പരിധി, ഞാനൊരു സ്ഥലത്തേക്ക് ചെല്ലാണ്, അവിടെ വേറൊരാൾക്ക് അധികാരമുണ്ട്, അയാൾ അവിടെ ഇമാമാണ്, അയാൾ ഖതീബാണ്, അല്ലെങ്കിൽ അയാളുടെ സാമൂഹിക നേതാവാണ്, അയാളാണ് അവിടെ കൈകാര്യകർത്തങ്ങൾ ചെയ്യുന്നത്, അയാളാണ് ഉത്തരവാദിത്തമുള്ള ആള്. അവിടെ പോയിട്ട് ഞാൻ ഇമാമത്തെ ഏറ്റെടുക്കരുത്, എന്നോട് പറയുമ്പോഴേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ, അയാളുടെ സമ്മതത്തോടു കൂടിയേ ചെയ്യാൻ പാടുള്ളൂ. അവിടെ പോയിട്ട് അയാളെ കീഴ്ഭരിക്കരുത്. ഏതൊരു സ്ഥലത്തും അവിടെ എത്ര ചെറുത നിസ്സാരക്കാരനായ, നിങ്ങളുടെ കണ്ണിൽ എത്ര നിസ്സാരക്കാരനായ ആളാണെങ്കിലും അയാളുടെ സുൽത്താനുള്ള സ്ഥലത്ത്, അയാളുടെ അധികാരപരിധി ഉത്തരവാദിത്തമുള്ള സ്ഥലത്ത് വേറെ ആൾ അവിടെ കയറി ചെന്നിട്ട് ഇമാമത്തെ ഏറ്റെടുക്കാൻ പാടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലാ യഖഉദു ഫീ ബൈതിഹി അലാ തക്രിമതിഹി ഇല്ലാ ബിഇദ്നിഹി. ഒരാളുടെ വീട്ടിൽ, വേറൊരാളുടെ വീട്ടിൽ പോയാൽ അയാൾക്ക് ബഹുമാനമുള്ള ഒരു സ്ഥലത്ത്, അയാൾക്ക് ആദരവുള്ള ഒരു സ്ഥലത്ത്, അയാൾക്ക് സ്ഥാനമുള്ള ഒരു സ്ഥലത്ത് ഇല്ലാ ബിഇദ്നിഹി, അയാളുടെ സമ്മതം കൂടാതെ കയറിയിരിക്കാൻ പാടില്ല. ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ്, അപ്പൊ നമ്മളെക്കാൾ ചെറിയ, നമ്മളെ മകനായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ അനിയനായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ സ്റ്റുഡന്റ് ആയിരിക്കാം, പക്ഷെ അവൻ അവിടെ മാനേജിംഗ് ഡയറക്ടറാണ്, അവൻ അവിടെ ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. അയാളുടെ കസാല കയറിയിട്ട് ഇരിക്കരുത്. ഇനി അവൻ നിർബന്ധിച്ചിരുത്താണ്, പരമാവധി ഇരിക്കാതിരിക്കുക. വേറെ ഒരു നമുക്ക് സമ്മതിക്കണില്ലെങ്കിൽ മാത്രം അവന്റെ സമ്മതത്തോട് കൂടി ഇരിക്കുക. ഇതൊരു മര്യാദയാണ്, ദീനിലെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. എന്നെക്കാളും താഴ്ന്ന ആളാന്ന് വിചാരിച്ചിട്ട് അയാളുടെ കസാലയ്ക്ക് പോയിരിക്കരുത്. അയാളുടെ വീട്ടിൽ കയറി ചെല്ലുകയാണ്, അയാൾ ഇരിക്കുന്ന സ്ഥലം ഉണ്ടാകും, അവിടെ പോയിട്ട് ഇരിക്കരുത്. അയാളുടെ റൂം ഉണ്ടാകും, അവിടെ പോയിട്ട് കിടന്നുറങ്ങരുത്. അതിനൊരു സമ്മതം. മാത്രമല്ല ഒരാളുടെ വീട്ടിൽ പോയിട്ട് നിൽക്കുമ്പോൾ, നിസ്കരിക്കുമ്പോൾ ഇമാമത്ത് നിൽക്കാൻ പോലും അയാളുടെ സമ്മതമാണെന്നാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഈ സ്ഥാനമാനങ്ങൾ നൽകപ്പെടണം, അത് അനുവദിച്ചു കൊടുക്കപ്പെടണം. അതിന്റെ പേരിൽ ഒരാളെയും അവമതിക്കരുത്. എന്തിനാണിത്? സമൂഹത്തിൽ ബഹുമാനങ്ങൾ നിലനിൽക്കപ്പെടണം, ആദരവുകൾ നിലനിൽക്കപ്പെടണം. ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾ, വ്യക്തികൾ, സ്ഥലങ്ങളൊക്കെ ബഹുമാനിക്കപ്പെടുമ്പോഴാണ് സമൂഹത്തിൽ സ്വച്ഛമായ ഒരു സാമൂഹിക ജീവിതം സ്ഥിരപ്പെടുക. രണ്ടാമതൊന്ന്, ആദരിക്കപ്പെടേണ്ട വ്യക്തികൾ ഒരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളെക്കാളും എത്ര മോശക്കാരനാണ് നിങ്ങൾക്ക് തോന്നിയാലും ഒരു ഇമാറത്ത് നൽകപ്പെടുന്ന അമീറാകുന്ന സമയത്ത് നിങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. നിങ്ങളൊരു കമ്മിറ്റിയിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യണം. കമ്മിറ്റിയിൽ ആക്കുന്ന സമയത്ത് നിങ്ങൾ പരിഗണിക്കുക, ദീനുമായി ഏറ്റവും ബന്ധമുള്ള ആളുകളെ പരിഗണിച്ചിട്ട്, കൈകാര്യകർത്തൃത്വം ചെയ്യാൻ കഴിയുന്ന ആളുകളെ പരിഗണിച്ചിട്ട് അതിലാക്കുക. ആക്കിക്കഴിഞ്ഞാൽ എത്ര മോശക്കാരനായാലും നിങ്ങൾ സമൂഹത്തിൽ അംഗീകാരം കൊടുക്കുന്ന സമയത്ത് കൊടുക്കണം. തെറ്റുണ്ടോ സ്വകാര്യമായി തിരുത്തുക. അതിനെതിരെയുള്ള നീക്കങ്ങൾ, ഗ്രൂപ്പ് നീക്കങ്ങൾ, മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാമൂഹികമായ അരാജകത്വം ഉണ്ടാകും. ദീന് അങ്ങനത്തെ ഒരു അരാജകത്വത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അക്രമികളായ ഭരണാധികാരികളുടെ കാലത്ത് പോലും മഹാന്മാരായ പണ്ഡിതന്മാർ പലപ്പോഴും അവരംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കും. എന്നാൽ പൊതുസമൂഹത്തിന്റെ ഇടയിൽ അവർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല. കാരണം എന്താ? സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകും. അയാളെ മാറ്റിയിട്ട് തനിക്കാവാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് സമൂഹത്തിൽ സ്വച്ഛമായ ഒരു അവസ്ഥ നിലനിൽക്കുക എന്നുള്ള രീതിയിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രീതി കണ്ടത്. ബഹുമാനിക്കാനും ആദരവുകൾ നിലനിർത്താനും, പ്രത്യേകിച്ചും പണ്ഡിതന്മാരെ, തഖ്വയുള്ള മഹത്വമുള്ള പണ്ഡിതന്മാരെ ബഹുമാനിക്കുക, ആദരിക്കുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.